ഓട്ടിസം കുട്ടികളുടെ കാര്യം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെറുപ്പത്തിൽ തന്നെ രക്ഷിതാക്കൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനം. ഇപ്പോഴും കണ്ടുപിടിക്കാത്ത ഒരുപാട് ഏജ് വരെ കണ്ടുപിടിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, നമ്മ ഒരു സമയം ഒരു സ്കൂളിലേക്ക് പോകേണ്ട സമയമാകുമ്പോഴേക്കും പിന്നെ അവര് ബാത്റൂമിലേക്ക് പോവുക, മൂത്രം ഒഴിക്കുക, ഇങ്ങനത്തെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും ഇവർ കൃത്യമായിട്ടില്ല. അതായത് സമയത്ത് ചെയ്യുന്ന നമ്മള് ഒരു ഡോക്ടറെ അടുത്ത് പോയപ്പോ, പാലക്കാട് 1-2 ഡോക്ടറെ അടുത്ത് പോയപ്പോ ഇവനിക്കപ്പോ ഒരു 1.5 വയസ്സ് 2 വയസ്സായി. അവര് പറഞ്ഞ അയ്യ ഇവനിക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ല എന്നാ പറഞ്ഞത്. സംസാരിക്കും, വൈകിട്ടായാലും അവൻ സംസാരിക്കും, ഇങ്ങനെ ഓട്ടിസം ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ തൃശ്ശൂർ ജൂബിലി മിഷനിൽ പോണ അവരാണ് പറഞ്ഞത് ഇങ്ങനെ കുട്ടിക്ക് ഇങ്ങനെ ഓട്ടിസം ഉള്ളൊരു ഇതുണ്ട്, നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ഇപ്പൊ മനസ്സിലായില്ല, നിങ്ങൾ ബാംഗ്ലൂര് ഹ്യൂമാനിറ്റീസിലേക്ക് പോയി പറഞ്ഞാൽ അവിടുന്ന് നിങ്ങൾക്ക് ട്രെയിനിങ് തരും, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ശരിക്കും മോനല്ല പാരന്റ്സിനാണ് ട്രെയിനിങ്. പാരന്റ്സിനാണ് ട്രെയിനിങ്. ഇതിന് മരുന്നൊന്നുമില്ല, കണ്ടുപിടിച്ചിട്ടില്ല. ഫിക്സ് ഉണ്ടെങ്കിൽ അതിന് മരുന്ന് കൊടുക്കാന്നല്ലാതെ ഇതിന് മരുന്നൊന്നുമില്ല. അത് കാരണം ഞങ്ങൾ ഇന്ന് വരെ അവനക്ക് ഒരു മരുന്ന് കൊടുത്തിട്ടില്ല. ഒരു ആയുർവേദിയോ ഹോമിയോ ഒന്നിന്റെ പിന്നാലെയും പോയിട്ടില്ല. അവനക്ക് ഞങ്ങൾ ട്രെയിനിങ് കൊടുത്തിട്ട് തന്നെയാണ് ഈ ലെവലിലേക്ക് എത്തിച്ചിരിക്കുന്നത്.